നമസ്കാരം. വിവാദ സിനിമ കേരള സ്റ്റോറി 2-വിന്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകുമെന്ന് നിരീക്ഷിച്ചും സെൻസർ ബോർഡ് വീണ്ടും സിനിമ കാണണമെന്നും ആവശ്യപ്പെട്ടാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റോറി കണ്ട് വിലയിരുത്താനായില്ലെന്നും സിനിമ കാണാൻ അവസരം ഒരുക്കുന്നതിൽ നിന്ന് നിർമ്മാതാക്കൾ ഒഴിഞ്ഞുമാറിയെന്നും ഹൈക്കോടതി പറഞ്ഞു. ചിത്രത്തിന്റെ റിലീസ് കോടതി സ്റ്റേ ചെയ്തതോടെ ദ കേരള സ്റ്റോറി 2 നാളെ റിലീസ് ചെയ്യാനാകില്ല. കേരള സ്റ്റോറി 2-വിന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. 15 ദിവസത്തേക്കാണ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജി നൽകിയത്. സിനിമ കേരളത്തെ കളങ്കപ്പെടുത്താനുള്ളതാണെന്നും ക്രമസമാധാന പ്രശ്നത്തിനും കാരണമാകുമെന്നുമാണ് ഹർജിക്കാരന്റെ വാദം. ഒരു പ്രദേശത്തെ ജനതയെയാകെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ദ കേരള സ്റ്റോറി 2. കേരളം വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടാണെന്ന പ്രചാരണം നടത്താനാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്നും ഹർജിയിലൂടെ പറയുന്നു. തീവ്രവാദത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും നാടാണ് കേരളമെന്നും മുദ്രകുത്താനാണ് ഈ സിനിമയിൽ ശ്രമമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജിയിൽ സെൻസർ ബോർഡ് അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് സിനിമയിലൂടെ പറഞ്ഞതെന്നായിരുന്നു സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗിന്റെ അവകാശവാദം. ചിത്രം ഹൈക്കോടതി കാണുന്നതിൽ എതിർപ്പറിയിച്ച് നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ സത്യവാങ്മൂലം നൽകിയിരുന്നു. ചിത്രം വിലയിരുത്താനുള്ള അധികാരം സെൻസർ ബോർഡിനാണെന്ന് നിർമ്മാതാവ് വാദിച്ചു. അതിനു മുകളിൽ ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും നിർമ്മാതാവ് സത്യവാങ്മൂലത്തിൽ വാദിച്ചിരുന്നു. ചിത്രത്തിന്റെ പേര് മാറ്റാൻ കഴിയില്ലെന്ന് നിർമ്മാതാവ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിലെ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. പേരിലെ ഗോസ് ബിയോണ്ട് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ടീസറിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3 സ്ത്രീകളെയാണ് കാണുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള ദേശീയമായ പ്രതിഭാസത്തെയാണ് ടീസറിൽ കാണിക്കുന്നത്. കേരളത്തിൽ മാത്രമുള്ളതല്ല. ടൈറ്റിലെ ഗോസ് ബിയോണ്ട് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചതല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2 മിനിറ്റ് ടീസർ കണ്ടുകൊണ്ട് ചിത്രത്തിൽ വിലയിരുത്താൻ കഴിയില്ല. സെൻസർ ബോർഡിന്റെ അനുമതിക്കായി എല്ലാ നടപടികളും ചിത്രം പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് തടയാനുള്ള ഹർജി വൈകിയാണ് ഫയൽ ചെയ്തത്. ടീസർ പുറത്തിറങ്ങി 16 ദിവസം കഴിഞ്ഞാണ് കോടതി സമീപിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ കോടതി ഈ വാദങ്ങൾ പൂർണ്ണമായും മുഖവിലക്കെടുത്തില്ല. കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമായ കേരള സ്റ്റോറി 2-വിന്റെ ട്രെയിലർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. കേരളത്തിൽ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് നിർബന്ധിത മതമാറ്റത്തിന് വിധേയരാക്കുന്നുവെന്നും സമ്മതമില്ലാതെ ബീഫ് വായിൽ വെച്ച് കഴിക്കാൻ ഭീഷണിപ്പെടുത്തുന്നുവെന്നതടക്കമുള്ള രംഗങ്ങളാണ് ട്രെയിലറിലുള്ളത്. വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലറിനെതിരെ ഉയർന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ഇത് വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. കേരള സ്റ്റോറി സിനിമയുടെ പ്രചരണാർത്ഥം ഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിലും നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ലവ് ജിഹാദിന് ഇരകളാണെന്ന് അവകാശപ്പെട്ട 37 പെൺകുട്ടികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സിനിമയിലെ നായികമാർ വികാരാധീനരായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ അണിയറ പ്രവർത്തകർ വിലക്കിയത് ഏറെ വിവാദമായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ലവ് ജിഹാദിന് ഇരകളെന്ന് അവകാശപ്പെട്ട് പത്രസമ്മേളനത്തിൽ അണിനിരുന്നത്. ഇവരുടെ അനുഭവങ്ങൾ കേട്ട് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അദിതി ഭാട്ടിയ, ഉൽക്ക ഗുപ്ത, ഐശ്വര്യ ഹുജ എന്നീ നടിമാർ നിറകണ്ണുകളോടെയായിരുന്നു പ്രതികരിച്ചത്. നടിമാർ വിരുമ്പിക്കരയുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ നടിമാരുടെ ഈ കരച്ചിൽ വെറും അഭിനയമാണെന്ന വിമർശനങ്ങളും ട്രോളുകളും പിന്നീടെത്തി. ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്നായിരുന്നു അദിതി ഭാട്ടിയെ പ്രതികരിച്ചത്. ലോകമറിയേണ്ട ചില പെൺകുട്ടികളുടെ കഥയാണ് സിനിമ പറയുന്നതെന്നും ഈ സിനിമയിലൂടെ കുറച്ച് പെൺകുട്ടികൾക്കെങ്കിലും അവരുടെ അനുഭവം ഉറക്കെ പറയാൻ ധൈര്യം ലഭിക്കുമെങ്കിൽ അതാണ് സിനിമ ലക്ഷ്യം വെക്കുന്നതെന്നുമായിരുന്നു അവരുടെ അവകാശവാദം. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണെന്നും ലവ് ജിഹാദിന് ഇരകളായവരെ കേൾക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഉൽക്ക ഗുപ്തയും അഭിപ്രായപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ വേണ്ടത്ര ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇരകളെ മനസ്സിലാക്കുകയും സിനിമയിലൂടെ ഒരുപാട് പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും അവർ അവകാശപ്പെട്ടു. ഈ മാസം 27-ന് തിയേറ്ററുകളിൽ എത്താനിരുന്ന കേരള സ്റ്റോറി ഈ പ്രചാരണ പരിപാടികളുടെയും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് നിർമ്മാതാക്കൾക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്.